ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റ് സിസ്റ്റമാണ്. അഞ്ചാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിലെ ഒരു ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് 10 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ സീനിയർ ബാച്ചിന് 5 മാർക്കിന് ഇതിൻ്റെ എൻട്രീസ് ആണ് ചോദിച്ചത്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 10 മാർക്കിന് ചോദിക്കാം. സാധാരണ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി MP യൂണിവേഴ്സിറ്റിയിലൊക്കെ 10 മാർക്കിനാണ് ചോദിക്കുന്നത്. 15 മാർക്കിനോ എസ്എ പ്രോബ്ലം ആയിട്ടാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കുകൾ ചെയ്യണം, നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ദ വേരിയസ് അക്കൗണ്ട്സ് ടു ബി പ്രിപ്പയർഡ് ആർ. നമുക്ക് കുറേ അക്കൗണ്ട്സുകൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ അക്കൗണ്ട്സിൽ ഏതൊക്കെയാണ്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കണം, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കണം, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വരയ്ക്കണം, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വരയ്ക്കണം, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കണം, ഗുഡ്സ് സെൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട്, ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 6 പഠിച്ചാൽ മതി, ബാക്കി 2 ആവശ്യമില്ല. കാരണം നിങ്ങളുടെ സിലബസിനകത്ത് ഈ 6 അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ മാത്രമേ അവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ അക്കൗണ്ടിന് എന്തുണ്ട്? ഫോർമാറ്റ് ഉണ്ട്. ഓരോ അക്കൗണ്ടിന് എന്തുണ്ട്? ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫോർമാറ്റ് നല്ലപോലെ പഠിച്ച് എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ജേർണറീസ് എളുപ്പത്തിൽ കിട്ടത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ജേർണറീസ് മാത്രം ചോദിച്ചിട്ട് ചിലവർക്ക് കൺഫ്യൂഷൻ ആകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സൈഡിലോട്ട് നമ്മൾ ഫോർമാറ്റ് വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എൻട്രി പോസ്റ്റിൽ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെയും ഓർമ്മിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫോർമാറ്റ് നല്ലപോലെ കാണാൻ പഠിച്ചിരിക്കുക. അത് നിങ്ങളുടെ ചോയ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6 അക്കൗണ്ടുകൾ നമ്മൾ പരിചയപ്പെടാം. ഞാൻ ആദ്യത്തെ ഒരു അക്കൗണ്ട് പരിചയപ്പെടാം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റിലോട്ട് കയറും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം? ഓരോ അക്കൗണ്ടുകൾ വീണ്ടും വീണ്ടും പരിചയപ്പെടുത്താം. ഓക്കെ, അതാണ് എളുപ്പവഴി. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ വേണ്ടിയിട്ടാണ്, ഒന്നാമത്തെ അക്കൗണ്ടാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കാം. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഫോർമാറ്റ് എന്ന് പറയുന്നത്, നമ്മൾ എത്ര കോളംസ് വരയ്ക്കണം? ആദ്യം എത്ര കോളംസ് വരയ്ക്കണം? 4 കോളംസ് ആണ് വരയ്ക്കേണ്ടത് അല്ലേ? 4 കോളംസ് വരയ്ക്കുക. ഡെബിറ്റ്സിൽ 2 കോളം, ക്രെഡിറ്റ്സിൽ 2 കോളം വരയ്ക്കുക. ഹെഡിങ് എന്തെഴുതും? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നോക്കി, ഫസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ടു ബാലൻസ് പീരീഡ് എന്ന് പറയും. അതായത് ബ്രാഞ്ച് സ്റ്റോക്കിന് ഓപ്പണിംഗ് ഡേറ്റിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്തത് പറഞ്ഞു? ടു ബാലൻസ് പീരീഡ് പറഞ്ഞ് നിങ്ങൾക്ക് ബ്രാക്കറ്റ് മനസ്സിലാക്കി ഓപ്പണിംഗ് സ്റ്റോക്കിന് എഴുതിയിട്ടുണ്ട്. അതായത് ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്തത് പറഞ്ഞു? ടു ബാലൻസ് പീരീഡ് പറഞ്ഞ് ഇവിടെ എത്തും. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ബ്രാക്കറ്റ് ചെയ്യാം, ഓപ്പണിംഗ് സ്റ്റോക്കിന് മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ക്ലോസിംഗ് സ്റ്റോക്ക് വരത്തില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ്സിൽ ഏത് ലാസ്റ്റ്, അതായത് താഴെയായിട്ട് ബൈ ബാലൻസ് പീരീഡ് പറഞ്ഞ് എഴുതണം. അത് ക്ലോസിംഗ് സ്റ്റോക്കിന് കാണിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ ഞാൻ ബാലൻസ് സൈഡിലേക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്, ഷോർട്ടേജിന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്, സർപ്ലസിനും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഈ സൈഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ സർപ്ലസ് ആവാം. ഈ സൈഡാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആവാം, അല്ലെങ്കിൽ ഷോർട്ടേജ് ആവാം. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഷോർട്ടേജോ സർപ്ലസ്, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഒറ്റനെ കണ്ടുപിടിക്കുക. ഇപ്പം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ ആര് വരണം? ബാലൻസ് ഷീറ്റ് വരണം, അതായത് ക്ലോസിംഗ് സ്റ്റോക്കിന് എമൗണ്ട് വരണം. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നത്. ഓക്കെ അല്ലേ? അതായത് ഈ സൈഡ് കൂടുമ്പോൾ ഡിഫറൻസ് ഇവിടെയാണ് വരുന്നെങ്കിൽ നമ്മൾ എന്താ പറയും? സർപ്ലസിന് എത്തും. ഈ സൈഡാണ് കൂടുന്നെങ്കിൽ ഡിഫറൻസ് നമ്മൾ ഈ സൈഡിൽ വരുന്നത്, അപ്പോൾ നമ്മൾ എന്താ പറയും? ഷോർട്ടേജിന് എത്തും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവൻ വരുന്നെങ്കിൽ മാത്രമാണ്, ഇവൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യും? രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഡിഫറൻസ് വരും. ഓക്കെ, അല്ലെങ്കിൽ രണ്ട് സൈഡ് എന്ത് ചെയ്യും? ചിലപ്പോൾ ടാലി ആവും. അപ്പോൾ ഈ അക്കൗണ്ട് ക്ലോസ് ആവും. വേണമെങ്കിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും എന്ത് ചെയ്യാം? ഒരേപോലെ വരാം, അല്ലെങ്കിൽ ഡിഫറൻസ് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നോക്കി, അപ്പോൾ 2 ഐറ്റം മനസ്സിലായല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് വരും, ക്ലോസിംഗ് സ്റ്റോക്ക് വരും. ഓപ്പണിംഗ് സ്റ്റോക്കാണ് പറഞ്ഞെങ്കിൽ ഡെബിറ്റ് സൈഡ് ടു ബാലൻസ് ഷീറ്റ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ബൈ ബാലൻസ് ഷീറ്റ് ചെയ്യണം. അപ്പോൾ താഴോട്ട് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഹെഡ് ഓഫീസിന് ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ സെൻഡ് ചെയ്തില്ലേ? അപ്പോൾ നമ്മുടെ ഡെബിറ്റ് എന്താ പറഞ്ഞു? ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ. ഇനി ആ ബ്രാഞ്ചിൽ എത്തിക്കുമ്പോൾ ആ സാധനം അവർക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്തൂടെ? അപ്പോൾ അത് തിരിച്ച് ഇവിടെ എഴുതും. കണ്ടോ? അത് ക്രെഡിറ്റ്സിൽ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചായിട്ട് ബ്രാക്കറ്റ് റിട്ടേൺ എഴുതും. മനസ്സിലായല്ലോ? അപ്പോൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് സാധനം സെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെബിറ്റ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ എഴുതുന്നു. ബ്രാഞ്ചിനും ഹെഡ് ഓഫീസ് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യും, അവിടെയും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ ബ്രാക്കറ്റ് റിട്ടേൺ ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മുടെ സെയിൽ നടക്കും. അപ്പോൾ സെയിൽ എന്ന് പറയുമ്പോൾ 2 രീതി സെയിൽ നടക്കും. ക്യാഷ് സെയിലുണ്ട്, ക്രെഡിറ്റ് സെയിലുണ്ട്. അപ്പോൾ ക്യാഷ് സെയിലും വന്നാലും ക്രെഡിറ്റ് സെയിൽ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ് കാണിക്കണം. ക്യാഷ് സെയിലാണ് വരുന്നെങ്കിൽ നമ്മൾ ബൈ ക്യാഷിന് എഴുതും, ക്രെഡിറ്റ് സെയിലാണെങ്കിലോ
ബൈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന് ഇടും. ബ്രാഞ്ചിന്റെ ഷോർട്ട് ഫോം ആണ് BR എന്നിരിക്കുന്നത്. കണ്ടല്ലോ? ഓക്കെ. ഇനി ക്രെഡിറ്റ് സെയിൽ കിടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യാം? റിട്ടേൺ ചെയ്യും അല്ലേ? ആർക്കാ സാധനങ്ങൾ സെയിൽ ചെയ്തത്? കസ്റ്റമേഴ്സിനായിരിക്കും അല്ലേ? അപ്പൊ കസ്റ്റമേഴ്സിന് ചിലപ്പോൾ സാധനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവരെന്ത് വേണമെങ്കിൽ ചെയ്യും? തിരിച്ച് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്ന പേര് വിളിക്കുന്ന പേരാണ് സെയിൽസ് റിട്ടേൺ പറയും. അത് നമ്മൾ എങ്ങോട്ട് എഴുതും? അത് നമ്മൾ നേരെ ഡെബിറ്റ്സിലേക്ക് വരും. അപ്പൊ ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്. അപ്പൊ ബ്രാക്കറ്റ് എന്ത് ചെയ്യാം? സെയിൽസ് റിട്ടേൺ എഴുതാം. ഓക്കെ അല്ലേ? ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? റിട്ടേൺ നടക്കുന്നത്. അത് കസ്റ്റമർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് സെയിൽസ് റിട്ടേൺ ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്താണ് ക്രെഡിറ്റ് സെയിൽ ഒരു ബൈ ലോസ് ഓഫ് ഗുഡ്സ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഏതെങ്കിലും സാധനത്തിന് ചിലപ്പോൾ എന്ത് ചെയ്യാം? ഡാമേജ് സംഭവിക്കാം, ചിലപ്പോൾ സ്പോയിലേജ് വരും, ചിലപ്പം ഡെപ്റ്റ് മോഷണങ്ങൾ വരാം. അപ്പം എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഇവിടെ എഴുതും. അത് ലോസ് ഓഫ് ഗുഡ്സ് എന്നല്ല എഴുതുന്നത്. അതെന്താണെന്നുള്ള കാര്യം അതിന് പുറകോട്ട് പറഞ്ഞു തരും കേട്ടോ. അപ്പം ഞാൻ പ്രത്യേക ഒരു സ്പെഷ്യൽ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാലോ? ഓക്കെ. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ഫോർമാറ്റ് മനസ്സിലാലോ? ഇനി നമുക്ക് ക്വസ്റ്റിലോട്ട് കയറിയിട്ട് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ചെയ്യാം ബാക്കിയുള്ള ഓരോ അക്കൗണ്ട് പരിചയപ്പെടുത്താം. അതാണ് എളുപ്പമായി. ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ അല്ല. ഇത് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം, ഒന്ന് എഴുതിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയാം. അലക്സ് ഏജൻസീസ് ഓപ്പൺഡ് എ ബ്രാഞ്ച് ഇൻ ചെന്നൈ ഓൺ 1 ജാനുവരി 2018. 2018 ജാനുവരി 1 ആയപ്പോൾ അലക്സ് ഏജൻസി എന്നൊരാള് ചെന്നൈയിൽ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലക്സ് ഏജൻസി എന്ന് പറയുന്നതാണ് ഹെഡ് ഓഫീസാണ് അല്ലേ? ബ്രാഞ്ച് എവിടെ തുടങ്ങിയിട്ടുണ്ട്? ചെന്നൈയിലാണ് തുടങ്ങിയിരിക്കുന്നത്. എന്നിട്ട് പറയാണ് ഗുഡ്സ് വെയർ ഇൻവോയ്സ്ഡ് അറ്റ് സെല്ലിംഗ് പ്രൈസ് വിച്ച് വാസ് അറ്റ് കോസ്റ്റ് പ്ലസ് 25%. ഉണ്ടോ? ഹെഡ് ഓഫീസിൽ നിന്നും ബ്രാഞ്ചിലേക്ക് സാധനങ്ങൾ അയക്കുന്നത് ഇൻവോയ്സിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റിന്റെ വില തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര അസൈൻ ചെയ്യണം? 100 സങ്കല്പിക്കണം എന്ന് പറഞ്ഞു. പ്ലസ് 25%. അപ്പോൾ ഈ 25% മീൻസ് എന്താണ്? പ്രോഫിറ്റ് അല്ലയോ? അപ്പോൾ ഇൻവോയ്സ് എത്രയായിരിക്കും? ഇൻവോയ്സ് എത്രയായിരിക്കും? പറ. 100% പ്ലസ് അല്ലേ? പ്ലസ് 25%. അപ്പോൾ ഈ സീക്രട്ട് എത്ര വരും? 125% വരും. മനസ്സിലാലോ? മനസ്സിലാലോ? ഓക്കെ. ഈ ഇൻവോയ്സിലാണ് പറയുന്നതെങ്കിൽ ചില ഐറ്റംസ് നിങ്ങൾ ചെയ്യണം ഇൻവോയ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഐറ്റംസിനെ കാൽക്കുലേറ്റ്? ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്, മറ്റൊന്ന് ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നെ എന്താണ് ഗുഡ്സ് സെൻഡ് ബ്രാഞ്ച്. അതിനകത്ത് എന്തുണ്ടാവും? റിട്ടേൺ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് എന്തുകൂടെ വരുന്നുണ്ട്? സോറി, ഫോർമാറ്റ് എന്ത് പറയുന്നുണ്ട്? ലോസ് ഓഫ് ഗുഡ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് കൊടുക്കണം? ഇൻവോയ്സ് ചെയ്യണം. മനസ്സിലാലോ? അപ്പോൾ ഏതൊക്കെ ഇൻവോയ്സിന് പറഞ്ഞ്? ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് ആവാം, മറ്റൊന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ആവാം, പിന്നെ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നതാവാം, പിന്നെ അതിന് റിട്ടേൺ ആവാം, പിന്നെ ലോസ് ഓഫ് ഗുഡ്സ്. ഇതിന് 4നാണ് എന്ത് സംഭവിക്കുന്നത്? ഇൻവോയ്സ് സംഭവിക്കുന്നത്. മനസ്സിലാലോ? ഓക്കെ. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബ്രാഞ്ച് സ്റ്റോക്കിനകത്ത് ഡിഫറൻസ് സർപ്ലസോ ഷോർട്ടേജ് വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഇൻവോയ്സ് സംഭവിക്കും. അപ്പോൾ അവിടെയും കൂടെ എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. പ്രോബ്ലം ടാലി ആവുകയാണെങ്കിൽ നമുക്ക് ഇൻവോയ്സ് ചെയ്യണ്ട. ഓക്കെ. അപ്പോൾ ഇൻവോയ്സ് ആർക്ക് മാത്രം മതി? ഈ 5 കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. എന്നിട്ട് പറയാണ് ഫ്രം ദി ഫോളോയിങ് പാർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ദി ഇയർ 2018 വർഷത്തിൽ എന്താണത്? താഴെ പറയുന്ന ഐറ്റംസ് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം, നിങ്ങളോട് ആവശ്യപ്പെടുവാണ്. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ഡിഫറെൻറ്റ് അക്കൗണ്ട്സ് അണ്ടർ ദി സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം. കണ്ടോ? അപ്പോൾ നിങ്ങളുടെ എന്തോ ആവശ്യപ്പെടുന്നത്? സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം പ്രകാരം പല ടൈപ്സുള്ള അക്കൗണ്ട്സുകൾ വരയ്ക്കണം. അപ്പോൾ ഏതൊക്കെ പല ടൈപ്സുള്ള അക്കൗണ്ട്സുകൾ? നിങ്ങളിത് പറഞ്ഞേ. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്, ബ്രാഞ്ച് പ്രോവിഡന്റ് ലോസ് അക്കൗണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇത് നമ്മൾ ഓരോന്നോരോന്ന് അക്കൗണ്ട് വരയ്ക്കണം. നമ്മൾ ആദ്യം ഏത് അക്കൗണ്ട് പരിചയപ്പെട്ടത്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടാണ് പരിചയപ്പെട്ടത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫോർമാറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഐറ്റംസ് നോക്കിയിട്ട് ആ അക്കൗണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കുക, ഓരോ ഐറ്റംസ് നോക്കി. ഫസ്റ്റ് ഐറ്റം തുടങ്ങുന്നത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അല്ലേ? അപ്പോൾ അതവിടെ എടുക്കും. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് സൈഡ് കാണിക്കാം അല്ലേ? കണ്ടല്ലോ? ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 50,000 ഡെബിറ്റ് സൈഡ് കാണിക്കാം. മനസ്സിലാലോ? ഓക്കെ. അടുത്ത തുടങ്ങുന്നത് സെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് 2 ഉണ്ട്, ക്യാഷും ഉണ്ട്, ക്രെഡിറ്റും ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് സെയിലും ഉണ്ട്, ക്രെഡിറ്റ് ചെയ്യാം. ക്യാഷിൽ നമുക്ക് എന്തെന്ന് പറയാം? ബൈ ക്യാഷിന് എഴുതാം. ക്രെഡിറ്റ്സിൽ നമുക്ക് എന്തെന്ന് പറയാം? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന് എഴുതാം അല്ലേ? അപ്പോൾ നോക്കിയാണ്ട് ബൈ ക്യാഷിന് ആയിട്ട് ക്യാഷ് സെയിൽ. അപ്പോൾ ആ എമൗണ്ട് ഔട്ടറി കാണിക്കുക. ബൈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് സൈഡ് ക്രെഡിറ്റ് സെയിൽ. ആ എമൗണ്ട് ഔട്ടറി കാണിക്കുക. മനസ്സിലോ? ഓക്കെ. നെക്സ്റ്റ് വൺ ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ്. കണ്ടോ? കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുക? ഗുഡ്സ് റിട്ടേൺ ചെയ്യാണ് ആണല്ലോ. അപ്പോൾ ഈ കസ്റ്റമർ മീൻസ് പറഞ്ഞാലാണ് ഡെപ്റ്റേഴ്സ് അല്ലയോ? അപ്പോൾ അയാൾ എന്ത് ചെയ്യണത്? സാധനങ്ങൾ റിട്ടേൺ ചെയ്യുന്നു അല്ലേ? അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സെയിൽസ് റിട്ടേൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് കാണിക്കണം അല്ലേ? അപ്പോൾ നോക്കിയതാണ്ട് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന് സെയിൽസ് റിട്ടേൺ.
ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തതാണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്. നമുക്ക് ആ അക്കൗണ്ടിൽ വേണ്ട ഡിസ്കൗണ്ട് അലൗഡ്, അക്കൗണ്ടിൽ എടുക്കത്തില്ല. ക്യാഷ് റെമിറ്റ് ബ്രാഞ്ച് ഫോർ, ഇത്രയും എക്സ്പെൻസ് ആണ്. ക്യാഷ് റെമിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചിലേക്ക് ക്യാഷ് റെമിറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇത് എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ഫോർമാറ്റ് വരുന്നില്ല. പിന്നെ അടുത്തതാണ് ഡിഫക്റ്റീവ് ഗുഡ്സ് റിട്ടേൺ ഓഫ് 100 രൂപ അല്ലേ? അപ്പോൾ ഡിഫക്റ്റീവ് ഗുഡ്സ് എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ലേ, ലോസ് ഓഫ് ഗുഡ്സ്. കണ്ടോ എത്ര കടപ്പുണ്ട്? 100 രൂപ കടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ബൈ ലോസ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞല്ലേ എഴുതുന്നത്. അപ്പോൾ ഈ സംഭവം നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അടുത്തതാണ് ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച്. കണ്ടോ നമ്മൾ സാധനങ്ങൾ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് സാധനം സെൻഡ് ചെയ്തിട്ടില്ലേ? അപ്പോൾ അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. അപ്പോൾ ഇത് എവിടെ കാണിക്കുന്നത്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ബ്രാക്കറ്റ് റിട്ടേൺ ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി അടുത്തെന്താണ് സ്റ്റോക്ക് അറ്റ് എൻഡ് ആണ്, അതിനോട് ക്ലിയറാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ എടുക്കും ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. എന്താണെന്ന് പറഞ്ഞുതരും? ബാലൻസ് സി ഡി ആയിരുന്നു അല്ലേ? അപ്പോൾ നോക്കി ബൈ ബാലൻസ് സി ഡി കണ്ടോ? അപ്പോൾ നമ്മൾ ഔട്ടറിൽ കാണിക്കണം, അവിടെ എന്ത് ചെയ്യാം, ക്ലോസിംഗ് സ്റ്റോക്കിന് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ബാലൻസ് സി ഡി തന്നിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് എന്താവാം? ഒന്നെങ്കിൽ സർപ്ലസ് ആവാം, അല്ലെങ്കിൽ ഷോർട്ടേജ് ആവാം. ചിലപ്പോൾ ടാലി ആവുകയാണെങ്കിലോ ഇത് രണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ ഐറ്റംസ് ഞാനൊരു പേപ്പറിനകത്ത് എഴുതിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ എഴുതണം. കണ്ടോ സംഭവം മനസ്സിലായല്ലോ? കണ്ടോ ഞാൻ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞ ഐറ്റംസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം മിസ്സിംഗ് ആണ് പറഞ്ഞു. ഏതായിട്ടാണ്? ഡിഫക്റ്റീവ് ഗുഡ്സ് റിട്ടേൺ ഓഫ് 100 രൂപ അല്ലേ? അപ്പോൾ നമുക്ക് ഫോർമാറ്റ് ബൈ ലോസ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത്. പക്ഷെ അത് ഇൻവോയ്സിൽ വരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അതെങ്ങനെ മനസ്സിലായി? ഇൻവോയ്സിൽ പറഞ്ഞത് കൊണ്ട് നമുക്ക് ലോസ് ഓഫ് ഗുഡ്സിന് എഴുതാൻ പറ്റത്തില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് 2 അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടി വരും. അതായത് ഈ 100 രൂപ എമൗണ്ട് കേട്ടോ, അത് 2 അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് നോക്കാം. നോക്കി ഇത് കണ്ടോ? കണ്ടോ നമുക്ക് തന്ന വില എത്രയാണ്? 100 രൂപയല്ലേ? അപ്പോൾ നമ്മൾ 100 രൂപ കാണിക്കണം. ലോസ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് അല്ലേ? അപ്പോൾ നോക്കി ഇവിടെ ഞാൻ ഫസ്റ്റ് 100 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 100 നമ്മൾ ഇൻവോയ്സിലേക്ക് മാറ്റണം. അപ്പോൾ ഇൻവോയ്സിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ഇൻവോയ്സിലേക്ക് മാറ്റുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് പ്ലസ് 25% അല്ലേ? അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്ര നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് 100 + 25 എടുക്കണം. അപ്പോൾ എത്രയാവും? 125 ആവും അല്ലേ? അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യണം? നോക്കി ഈ 100 ഉണ്ടല്ലോ, അപ്പോൾ 100 ഇൻറ്റു അവിടെ തന്നിരിക്കുന്ന 25 ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആ 25 ഡിവൈഡഡ് ബൈ 125 ആണ്. അപ്പോൾ എത്ര വരും? 20 വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? 100 എന്ന് കൊടുക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 100 എന്ത് ചെയ്യണം? ഇൻവോയ്സ് പ്രൈസിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. ഓക്കെ അല്ലേ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ 100 ഉണ്ടോ, ആ 100 എഴുതുക. ഇവിടെ കിട്ടിയിട്ടുണ്ടോ, അത് മുകളിലോട്ട് ഇടണം. അപ്പോൾ 100 × 20 എത്ര വരും? 80 വരും. കണ്ടോ ഞാനിവിടെ കൂട്ടപ്പോൾ എത്ര വരും? 100 വരത്തില്ലേ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 80 നമ്മൾ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. 20 നമ്മൾ എന്ത് ചെയ്യണം? ലോഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ 80 ഉണ്ടോ, അത് നമ്മൾ എന്തിലോട്ട് മാറ്റുക? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുവാണ്. 20 ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റുവാണ്. ഞാൻ പറഞ്ഞില്ലേ 2 അക്കൗണ്ടിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞില്ലേ, അതാണ്. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. ഗുഡ്സ് ലോസ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്ത് പറയുന്നുണ്ട്? കോസ്റ്റ് പ്ലസ് 25% പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ 2 അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചുമ്മാ റെഫർ ചെയ്യുകയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇത് ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെ കിട്ടുന്നത്? ഇവിടുത്തെ 100ഉം ഇവിടെ കിട്ടി, ഇതിലൂടെ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 80 കിട്ടി. ഈ 80 എന്താണ്? കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. 20 നമുക്ക് എന്ത് ചെയ്യണം? ലോഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? ഈ 80 നമുക്ക് എന്ത് ചെയ്യാം? ബ്രാഞ്ച് BRL അക്കൗണ്ടിലേക്ക് മാറ്റാം. 20 നമുക്ക് എന്ത് ചെയ്യാം? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് മാറ്റാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫോർമാറ്റ് നോക്കി. ബൈ ലോസ് ഓഫ് ഗുഡ്സിൽ എഴുതുന്ന പകരം നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് BRL അക്കൗണ്ട് 80 രൂപ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എത്ര രൂപ? 20 കാണിക്കണം. അതാണ് ഞാൻ ഇവിടെ സ്പേസ് വിട്ടിരിക്കുന്നത്. കണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? പറഞ്ഞ് ബൈ എന്താണ്? ഫസ്റ്റ് എന്താണ്? 80 കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് 80. അപ്പോൾ നിങ്ങൾ ചെയ്യണം ഔട്ടറിൽ 80 കാണിക്കുക. പിന്നെ എത്രയാണ്? 20 അല്ലേ? ഈ 80 നമ്മൾ ഇതിലോട്ട് മാറ്റണം. ബ്രാഞ്ച് BRLലേക്ക് മാറ്റണം. എന്ത് BRL മീൻസ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ബ്രാക്കറ്റ് ചെയ്യാം. കോസ്റ്റ് എന്ന് കൊടുക്കാം. കണ്ടോ? 20 എന്തത്തിൻ്റെയാണ്? ബ്രാഞ്ച് എന്താണ്? അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ADG ആയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ലോഡിങ്ങിന് എഴുതണം.
കണ്ടല്ലോ, ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ അതാണ്ട് ഈ സൈഡ് കൂടുമ്പോൾ എത്ര വരും? 50 500 വരും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 50 500 വരും അല്ലേ? അപ്പോൾ 2 സൈഡ് എന്താവും? ടാലി ആവും. അപ്പോൾ നമുക്ക് ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 സൈഡ് ഒരുപോലെ 50 500 എന്ന് എഴുതാം. കണ്ടല്ലോ? അപ്പോൾ ഈ അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് ബാലൻസ് വരുന്നില്ല, ഡിഫറൻസും വരുന്നില്ല. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 സൈഡ് ഒരുപോലെ 50 500 എഴുതാം. അപ്പോൾ ഷോർട്ടേജും ഇല്ല, സർപ്ലസും ഇല്ല. ഷോർട്ടേജും സർപ്ലസ് വരെ എന്ത് ചെയ്യണം? ഷോർട്ടേജോ സർപ്ലസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ മാറ്റണം. ബ്രാഞ്ച് ബിഹാറിൻ്റെ അക്കൗണ്ടും ബ്രാഞ്ച് അഡ്ജസ്റ്റൻ്റ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അപ്പോൾ അത് വരാത്തതുകൊണ്ട് നമുക്ക് അത് വിടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത രണ്ടാമത്തെ അക്കൗണ്ട് ഏതാണ്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടാണ് അല്ലേ? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഫോർമാറ്റ് നോക്കി. അവിടെ നമ്മൾ എത്ര കോളംസ് വരയ്ക്കുന്നു? 4 കോളംസ് വരയ്ക്കുന്നു. ഡെബിറ്റ്സിൽ 2 കോളം, ക്രെഡിറ്റ്സിൽ 2 കോളം അല്ലേ? ഡെബിറ്റ്സിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഇതാണ് ടു ബാലൻസ് പീരീഡ്. അതായത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിൽ എന്തെങ്കിലും എമൗണ്ട് പറയുകയാണെങ്കിൽ നമ്മളതിലും ടു ബാലൻസ് പീരീഡ് എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ. ഇനി അതിൻ്റെ എന്തുണ്ടാവും? ക്ലോസിംഗ് ഉണ്ടാവത്തില്ലേ? അപ്പോൾ നമ്മൾ താഴെ ബൈ ബാലൻസ് സി ഡി എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ അല്ലേ? ചിലപ്പോൾ രണ്ടും വരണമെന്നില്ല. ഇത് വന്നില്ലേലും കുഴപ്പമില്ല, ഇത് വന്നില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ഡിഫറൻസ് എന്തുതന്നെയായിരിക്കും? ഈ സൈഡ് ഡിഫറൻസ് വരുമ്പോഴായിരിക്കും ബാലൻസ് സി ഡി ആവും അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യണം ഡെബിറ്റ്സിൽ ടു ബാലൻസ് പീരീഡ്. അതായത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന് ഓപ്പണിംഗ് പറയും, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന് ക്ലോസിംഗ് വരണമെങ്കിലും ക്രെഡിറ്റ്സിൽ താഴെ ബൈ ബാലൻസ് സി ഡി പറയും. ചിലപ്പോൾ 2 ഐറ്റംസ് വരണമെന്ന് ഇല്ല. ഓക്കെ. ബാക്കിയുള്ള ഐറ്റംസ് വരും. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് വരുമ്പം ഈ സൈഡാണ് കൂടി കിടക്കണമെങ്കിൽ ഇവിടെ കുറവ് വരും. അപ്പോൾ നമ്മൾ എന്താ പറയും? ബൈ ബാലൻസ് സി ഡി ഇടും. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ബാലൻസ് ഫിഗർ എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞത്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് 2 ഐറ്റംസ് വരണമെന്നില്ല. ഓക്കെ. ബാക്കിയുള്ള ഐറ്റംസ് വരും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് എഴുതി കഴിയുമ്പോൾ 2 സൈഡ് ബാലൻസ് ചെയ്യണം. അപ്പോൾ ഈ സൈഡ് ടോട്ടൽ കൂടുതലാണെങ്കിൽ ഇവിടെ കുറവ് വരും. അപ്പോൾ കുറവ് വരുമ്പോൾ അവിടെ എന്താണെന്ന് പറയും? ബൈ ബാലൻസ് സി ഡി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബാലൻസ് ഫിഗർ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും. ഇതാണ് നമുക്ക് കിട്ടേണ്ട വാല്യൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരും. ഓക്കെ. അപ്പോൾ ഈ സൈഡാണ് കുറവ് വരുന്നത് എപ്പോഴും. ഓക്കെ. ഈ സൈഡാണ് കുറവ് വരുന്നെങ്കിലോ അത് ക്രെഡിറ്റ്സിലായിരിക്കും. നമുക്ക് ക്രെഡിറ്റ്സ് നമ്മൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ സൈഡ് എന്തായാലും കുറവ് വരുത്തില്ല കേട്ടോ. അഥവാ വന്നില്ലെങ്കിലോ ഡിഫറൻസ് എന്തെന്നിരിക്കാം? ക്രെഡിറ്റ്സിൽ എന്ന് പറഞ്ഞില്ല. ഓക്കെ. അപ്പോൾ നോക്കി ബാക്കി. അപ്പോൾ ഈ 2 ഐറ്റം മനസ്സിലാലോ? ഓക്കെ. ഇനി നമ്മൾ തൊട്ട് മുന്നേ വെച്ച ബ്രാഞ്ച് സ്റ്റോക്ക് ഉണ്ടോ? അവിടെ ഒരു ബൈ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടോ? അത് നമ്മൾ ക്രെഡിറ്റ്സിൽ കിടക്കില്ലയോ? അപ്പോൾ ഇവനെ എങ്ങോട്ടേക്ക് മാറ്റണം? അവൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം. അതാണ് ഇവിടെ വരും, ഡെബിറ്റ്സിലേക്ക് വരും. അപ്പോൾ നമ്മൾ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എഴുതും, ബ്രാക്കറ്റിൽ ക്രെഡിറ്റ്സിൽ എഴുതണം. മനസ്സിലാലോ? ഈ അക്കൗണ്ടിനകത്ത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് നമ്മൾ ക്രെഡിറ്റ്സിൽ കിടക്കണുണ്ടോ? അപ്പം എന്ത് ചെയ്യണം? ഇവൻ്റെ അക്കൗണ്ടിലേക്ക് ഇവൻ്റെ പേര് ഇവിടെ ഇടണം. ക്രെഡിറ്റ്സ് അല്ലേ? അപ്പം ഇത് ക്രെഡിറ്റ് കിടക്കില്ലേ? അപ്പോൾ അതെന്താവും? ഡെബിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ്സ് ചെയ്യണം. ആ എമൗണ്ട് കാണിച്ചു. കണ്ടല്ലോ? ഓക്കെ. ഇനി ഇവിടെ റിട്ടേൺ കിടക്കുന്നുണ്ടോ? റിട്ടേൺ കണ്ടോ? അവൻ എങ്ങോട്ട് മാറ്റണം? ക്രെഡിറ്റിലോട്ട് മാറ്റണം. കണ്ടല്ലോ? അതാണ് ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് എഴുതും. അത് സെയിൽസ് റിട്ടേൺ. കാരണം ആ അക്കൗണ്ടിനകത്ത് എന്തുകൊണ്ട് സെയിൽസ് റിട്ടേൺ കിടക്കും. അത് ഡെബിറ്റ് ആണ്. നമ്മൾ എങ്ങോട്ട് മാറ്റും? ക്രെഡിറ്റിലേക്ക് മാറ്റും. കണ്ടല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ബാക്കി ഐറ്റംസ് നോക്കിയേ. ഇവിടെ കിടക്കണോ? ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്. കണ്ടോ? കസ്റ്റമേഴ്സിന് കയ്യിൽ നമുക്ക് കിട്ടും, പൈസ കിട്ടും. ആ ഫിഗറാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ എവിടെ കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. മനസ്സിലോ? അതാണ് ഇവിടെ ഫോർമാറ്റ് കാണിക്കുന്നത്. കണ്ടോ? ബൈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഓർ കസ്റ്റമേഴ്സ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന് എക്സ്പെൻസുകൾ വരും. അപ്പോൾ അത് ഏത് എക്സ്പെൻസൊക്കെ വരുന്നത്? ഡിസ്കൗണ്ട് ആവാം, ബാഡസ് അലവൻസ് ആവാം. അപ്പോൾ 3 എക്സ്പെൻസ് വരുവാണെങ്കിൽ നമ്മൾ എന്താന്ന് പറയും? ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞു തരും. 3 ഉണ്ടെങ്കിൽ നമ്മൾ ബ്രാക്കറ്റ് തരും. ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് പ്ലസ് ബാഡസിന് എമൗണ്ട് പ്ലസ് അലവൻസിന് എമൗണ്ട് പ്ലസ് അതെല്ലാം നമ്മുടെ കൂടി നമ്മൾ ചെയ്യും ഔട്ടറിലോട്ട് കാണിക്കും. ഓക്കെ. മനസ്സിലാലോ? അപ്പോൾ നമ്മൾ എന്താന്ന് പറഞ്ഞു തരും? ബൈ ബ്രാഞ്ച് എക്സ്പെൻസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് ബ്രാഞ്ച് എക്സ്പെൻസ് പറയേണ്ട കാരണം ഈ വരുന്ന ഐറ്റംസ് എല്ലാം എക്സ്പെൻസ് അല്ലയോ? അപ്പോൾ നിങ്ങൾ ബിയാൻഡ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ എക്സ്പെൻസ് വരുന്നതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡ് കാണിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇവരെവിടെ പോകണം? ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. മനസ്സിലോ? അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞത്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിൻ്റെ എക്സ്പെൻസ് എന്തൊക്കെയാണ്? ഡിസ്കൗണ്ട്, ബാഡസ്, അലവൻസ്. ഏതെങ്കിലും ഒന്ന് വരികയോ അല്ലെങ്കിൽ 3 വരുവാണെങ്കിൽ കൂട്ടിയത് ഔട്ടറിലോട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ എന്തോ പറയും?
ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഫോർമാറ്റിനകത്ത് വല്ലതും ഉണ്ടോ നോക്കി, ആ 3 ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടോ നോക്കി. വേണ്ട, ഡിസ്കൗണ്ട് അലോവഡ് ഉണ്ടോ? അപ്പോൾ നമ്മളെവിടെ കാണിക്കുന്നത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അതെന്താണെന്ന് പറഞ്ഞു തരും? ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞു തരും. അപ്പോൾ ഒരൈറ്റേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ചെയ്യണം ഡിസ്കൗണ്ട്, എന്നിട്ട് അതിൻ്റെ എമൗണ്ട് ഔട്ടറിൽ കാണിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര ഐറ്റംസ് വരത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഡിഫറൻസ് ഏത് സൈഡ് വരും? ഈ സൈഡായിരിക്കും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് തുടങ്ങണം? ബൈ ബാലൻസ് സി ഡിയിൽ പറഞ്ഞത് എമൗണ്ട് വേണം. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനത് എഴുതാൻ പോവാണ്. കണ്ടല്ലോ? അപ്പോൾ നമ്മൾ ഹെഡിങ് എന്താ എഴുതും പറഞ്ഞേ? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഇവിടെ ക്രെഡിറ്റ്, ഇവിടെ എന്താണ്? ഡെബിറ്റ്. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പാർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, അടുത്തെന്താണ്? എമൗണ്ട്. കണ്ടല്ലോ? ഓക്കെ. അപ്പോൾ നമ്മുടെ ഫോർമാറ്റിനകത്ത് നോക്കി, നമുക്ക് ബാലൻസ് ബി ഡി ഇല്ല, ബാലൻസ് സി ഡി ഇല്ല, ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ഐറ്റംസ് എന്ത് ചെയ്യാം? പോസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ നോക്കി, അപ്പോൾ നമുക്ക് എന്തൊക്കെ വരുന്നത് പറഞ്ഞേ? നമുക്കൊരു ക്രെഡിറ്റ് സൈഡ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് നിങ്ങൾ ചെയ്യണം, ക്രെഡിറ്റ്സ് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം അല്ലേ? പിന്നെ എന്തായിരുന്നു? ഗുഡ്സ് റിട്ടേൺ ബൈ കസ്റ്റമേഴ്സ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം അല്ലേ? പിന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം, അതുകൊണ്ടാണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് 3 ഐറ്റംസ് ആണ് വരുന്നത്. 3 ഐറ്റംസ് ആണ് എവിടെ വരുന്നത്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ വരുന്നത് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവനോടെ കാണിക്കും ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, ഇവനോടെ കാണിക്കും ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, ഇവനോടെ കാണിക്കണം ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം അല്ലേ? ഇനി ഒരു ഐറ്റം ഉണ്ടല്ലോ, ഡിസ്കൗണ്ട് അലോവഡ്, അതെവിടെ കാണിക്കണം? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ അത്ര ഐറ്റംസ് ഉള്ളൂ. അപ്പോൾ അത്ര ഐറ്റംസ് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ബ്രാഞ്ചസ് സ്റ്റോക്കിംഗ് അല്ലേ? എത്ര എമൗണ്ട്? 25,000 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 25,000 എഴുതാം. അവിടെ ബ്രാക്കറ്റ് ക്രെഡിറ്റ് സൈഡ്. കണ്ടല്ലോ? ഓക്കെ. ഇനി ആ ബ്രാഞ്ച് സ്റ്റോക്ക് എടുത്തോണ്ട് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിന് അപ്പോൾ അത് റിട്ടേൺ അല്ലേ 500. അപ്പോൾ അതെന്ത് ചെയ്യും? ക്രെഡിറ്റിലോട്ട് വരും അല്ലേ? അപ്പോൾ ബൈ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, എന്നിട്ട് ബ്രാക്കറ്റ് ചെയ്യണം റിട്ടേൺ എഴുതാം. എത്ര എമൗണ്ട്? 500 രൂപ. കണ്ടല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണ്ടേ? ഇനി എന്താ പറയുന്നുണ്ട്? ക്യാഷ് റിസീവ്ഡ് ഫ്രം പറയുന്നുണ്ട്, ഡിസ്കൗണ്ടും പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം എത്ര പറഞ്ഞിരിക്കുന്നത്? 15,000 ആണ് അല്ലേ? ഡിസ്കൗണ്ടിലോട്ട് എത്ര പറഞ്ഞിരിക്കുന്നത്? 200 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് എഴുതാം? ബൈ ക്യാഷ് അല്ലേ? ഇവിടെ ബ്രാക്കറ്റ് ചെയ്യണം റിസീവ്ഡ് നേടണം. എത്ര രൂപ? 15,000. ഓക്കെ അല്ലേ? ഇനി എന്തുണ്ട്? ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് നമ്മൾ എന്തോന്ന് പറഞ്ഞു തരും? ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് പറഞ്ഞു. എത്ര രൂപ? 200. എത്രയാണ്? 200 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കി ബൈ ബ്രാഞ്ച് എക്സ്പെൻസസ്, ഇവിടെ ബ്രാക്കറ്റ് ചെയ്യണം ഡിസ്കൗണ്ട്, കാരണം ഒരുത്തനേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ പേര് മാത്രം മെൻഷൻ ചെയ്യാൻ മതി. എത്ര രൂപ? 200 രൂപ. കണ്ടല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം അല്ലേ? ബാലൻസ് ചെയ്യുമ്പം ഇവിടെ എത്ര ഉണ്ട്? 25,000 ഉണ്ട്. ഇവിടെ നോക്കി 500, 15,000, 200 അല്ലേ? അപ്പോൾ എത്ര വരും? കൂട്ടുക. എത്ര വരും പറഞ്ഞു? 15,000 പ്ലസ് 500 പ്ലസ് പിന്നെ എത്ര? 200. അപ്പോൾ എത്ര വരും? 15,700 വരും. അപ്പോൾ ഏത് സൈഡാണ് കൂടുതൽ? 25,000. അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് എന്ത് ചെയ്യാം? ഒരുപോലെ എഴുതാം. അപ്പോൾ 25,000 ഇവിടെയും 25,000. അപ്പോൾ ഇവിടെ കുറഞ്ഞത്. അപ്പോൾ രണ്ടിനും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലേ? അപ്പം 15,700 കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 25,000 കുറയ്ക്കാം. അപ്പോൾ 25,000 കുറയ്ക്കുമ്പോൾ എത്ര വരും? 9,300 വരും അല്ലേ? ആ 9,300 എവിടെ വരുന്നത്? ഇവിടെ അല്ലേ വരുന്നത്? അപ്പോൾ നമ്മൾ തരും അവിടെ 9,300 എന്ന് പറഞ്ഞിരിക്കും. ഇവിടെ എന്ത് ചെയ്യണം? ബൈ ബാലൻസ് സീഡ്. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് മാർക്ക് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ BF എന്ന് എഴുതാം. എത്ര വരും? അപ്പോൾ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് കൊണ്ട് വരച്ചു, പിന്നെ എന്താ വരച്ചു? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് വരച്ചു. ഓക്കെ അല്ലേ? ഓക്കെ.